ദ ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ. നമ്മൾ ഇന്ന് വലിയ ഒരു ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. ഗെത്സെമേൻ മണിക്കൂർ. ഗെത്സെമനിലെ പ്രാർത്ഥന നമുക്കറിയാം, നോമ്പുകാലത്ത് മാത്രം പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയല്ല ഈ തിരുമണിക്കൂറിൽ നമ്മൾ നടത്തുക. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ഈശോ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ എല്ലാ വ്യാഴാഴ്ചയും രാത്രി 11 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 3 മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് ഏതെങ്കിലും 1 മണിക്കൂർ സമയം ഗെത്സെമേൻ മണിക്കൂറായി ആചരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കാം ഈ ഗെത്സെമേൻ മണിക്കൂർ നമ്മൾ ആചരിക്കുക? നമുക്ക് ആ ക്രൂശിത രൂപത്തിലേക്കൊന്ന് നോക്കാം. അടിപ്പിണരുകളേറ്റ് കാരിരും പാണികളിലൂടെ ഒഴുകിയിറങ്ങുന്ന യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം, ആ തിരുരക്തത്തിൻ്റെ അമൂല്യതകളെ നമ്മൾ ഈ തിരുമണിക്കൂറിൽ സ്വീകരിക്കുകയാണ്. പിശാച് ഏറ്റവും ഭയപ്പെടുന്ന ഒരു വാക്കാണ് ഈശോയുടെ തിരുരക്തം. ആ ചുടുരക്തം, ആ തിരുനിണം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബവൃക്ഷത്തിലേക്ക്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളിലേക്ക് എല്ലാം നാം ഈ മണിക്കൂറിൽ സ്വീകരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമ്മുടെ കുടുംബവൃക്ഷം ഒന്ന് വിശുദ്ധീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ, എൻ്റെ തലമുറകൾ ചെയ്യാതെ പോയ ഭക്തകൃത്യങ്ങൾ എനിക്ക് ഒന്ന് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, അവരുടെ പാപകടങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് ഗെത്സെമേൻ മണിക്കൂറായി എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 11 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 3 AM വരെ ഏതെങ്കിലും 1 മണിക്കൂർ സമയമെങ്കിലും തന്നോടുകൂടെ ഉണർന്നിരിക്കുവാൻ ആവശ്യപ്പെട്ടത് നമ്മുടെ കുടുംബവൃക്ഷത്തെ കൂടുതലായി വിശുദ്ധീകരിക്കാനും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് മോചനം കൊടുക്കുവാനുമാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വചനം പഠിപ്പിക്കുന്നുണ്ട്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും വേരോടെ പിഴുതു മാറ്റപ്പെടും. എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതു മാറ്റപ്പെടും. നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ, എൻ്റെ മക്കളിൽ, എൻ്റെ ജീവിത പങ്കാളിയിൽ എൻ്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാതെ വന്നു കൂടിയിരിക്കുന്ന ഈ ചെടികളൊക്കെയും ഒന്ന് പിഴുതു മാറ്റപ്പെട്ടിരുന്നെങ്കിലെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന വലിയ ആയുധമാണ് യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം. ഈ പുണ്യരക്തം, ഈ ചുടുചോര, ഈ തിരുനിണം, ഈ തിരുരുധിരം നമ്മൾ ഇന്ന് നാവിലെടുത്ത് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പാപിയായ എനിക്ക്, പാപികളായ നമുക്ക് നാവിലെടുക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആ പുണ്യനാമം, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം. ഈ സമയം സാധിക്കുന്നവരെല്ലാം മുട്ടിന്മേലായിരിക്കുക. നമ്മളൊരു ഗെത്സെമേൻ മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. പിശാചിൻ്റെ ആധിപത്യങ്ങളെ വിച്ഛേദിക്കുന്ന, എല്ലാ ആധിപത്യങ്ങളുടെ മേലും വിജയം കൊണ്ടാടിയ ആ തിരുരക്തക്ഷാളനത്തിലേക്ക്, ഒരു സ്പിരിച്വൽ ബാത്തിലേക്ക്, ഒരാത്മീയ കുളിയിലേക്ക് ഒരുങ്ങുവാൻ നമുക്ക് ഈ സമയം പരിശ്രമിക്കാം. ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും പരിശുദ്ധ അമ്മ തിരിച്ചോര ഒഴുകിയ വഴികളിലൂടെ, നിണവഴികളിലൂടെ നടന്ന പരിശുദ്ധ അമ്മ ഏറ്റെടുക്കട്ടെ. ആ മണ്ണിൻ്റെ നനവിലൂടെ, ആ രക്ത അരുവിയിൽ നിലകൊണ്ട പരിശുദ്ധ അമ്മ തിരുരക്തത്താൽ നമ്മെ ഓരോരുത്തരെയും ഈ സമയം ചാളനം ചെയ്യുവാൻ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമുക്ക് ഈ സമയം യാചിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാം വചനം പറയുന്നുണ്ടല്ലോ, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ഈ ഗെത്സെമേൻ മണിക്കൂറിൽ കൊണ്ടാടുന്ന നമ്മെയും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും, നാം ആയിരിക്കുന്ന ഭവനങ്ങളെയും സ്ഥാപനങ്ങളെയും, എവിടെ ഇരുന്നാണോ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുക, അതെല്ലാം അവിടെയെല്ലാം യേശുവിൻ്റെ രക്തത്തിൽ മുക്കിയ മേലങ്കി കൊണ്ട് യേശുനാമത്തിൽ ഈ സമയം പൊതിയപ്പെടട്ടെ എന്ന് നമുക്ക് ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഈശോയുടെ കുരിശ് രൂപത്തിലേക്ക് കരങ്ങൾ കൂപ്പി ഒരിക്കൽ കൂടെ നോക്കുക. പരിശുദ്ധ അമ്മ നോക്കി കരഞ്ഞ, ചാട്ടവാർ തെറിപ്പിച്ച, മുൾമുടിയാൽ ചിന്തിയ, ക്രൂരന്മാർ തല്ലിത്തെറിപ്പിച്ച, മാതാവിൻ്റെ ചങ്ക് തകർത്ത, പരിശുദ്ധ അമ്മയുടെ കണ്ണുനീർ വറ്റിച്ച,
നമ്മുടെ ഓരോരുത്തരുടെയും വീണ്ടെടുപ്പിൻ്റെ വിലയായ യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തത്തിൻ്റെ ആ മർമ്മം ഈ നിമിഷം നമുക്കെല്ലാവർക്കും തുറന്നു തരണമേ എന്ന് ഈ ഗെത്സമേൻ മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ കുരിശും വഹിച്ചുള്ള യാത്രയിൽ കാലും കൈയും മെയ്യും കല്ലിൽ മുട്ടി പൊട്ടിക്കീറുന്ന ആ വഴിയിൽ പരിശുദ്ധ അമ്മ എല്ലാ തിരുരക്തത്തുള്ളികളും ഏറ്റെടുക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ടാവണം. കൈയും മെയ്യും കാലും പൊട്ടിക്കീറുന്ന ആ തിരുരക്ത വഴിയിൽ നമുക്കും ഈ സമയം ഒന്നായിരിക്കാം. നമ്മളിരിക്കുന്ന ആ സ്ഥലം മുഴുവൻ ഒരു തിരുരക്തക്കടലായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആന്തരിക മുറിവുള്ളവർ, ക്ഷമിക്കാൻ പറ്റാത്തവർ, പരിഹസിക്കപ്പെട്ടു പോയവർ, ഒറ്റയ്ക്കിരുന്ന് കരയുന്നവർ, മനസ്സിടിഞ്ഞു പോയവർ, വിഷാദവും വേദനയും കൊണ്ട് മനസ്സ് വേദനിക്കുന്നവർ എല്ലാം ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളെയും ദേശവിദേശങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് ഈ ഗെത്സമേൻ മണിക്കൂർ ആചരിക്കാം. നമുക്കെല്ലാവർക്കും കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കൊരു 3 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ ഗെത്സമേൻ മണിക്കൂറിലേക്ക് പ്രവേശിക്കാം. നമുക്കെല്ലാവർക്കും ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഊരിപ്പിടിച്ച വാളുമേന്തി നമ്മളിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ, നമ്മളിരിക്കുന്ന ഭവനത്തിൽ, നമ്മളിരിക്കുന്ന കുടുംബത്തിൽ, നമ്മളിരിക്കുന്ന വാഹനത്തിൽ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലും സ്വർഗീയ വ്യൂഹം മുഴുവൻ ഇറങ്ങി വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. സകല വിശുദ്ധരുടെയും കൂട്ടായ്മയിൽ, സകല വാഴ്ത്തപ്പെട്ടവരുടെയും കൂട്ടായ്മയിൽ തിരുസഭാ മാതാവിനോട് ചേർന്ന് നമുക്ക് ഈ മണിക്കൂറിൽ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും സഭയുടേതായ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കരുണ കടന്നു വരുന്ന ഈ ഒരു സമയം മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ ഊരിപ്പിടിച്ച വാളുമേന്തി നമുക്ക് ചുറ്റും സഞ്ചരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, അങ്ങയുടെ വെളിച്ചത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, അങ്ങയുടെ ചിറകുകളാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, അങ്ങയുടെ വാളുകൊണ്ട് ഞങ്ങളെ കാത്തുകൊള്ളണമേ. കുരിശിൽ പിടഞ്ഞു പിടഞ്ഞു മരിച്ച ഈശോയുടെ ചേതനയറ്റ തിരുമേനി മടിയിൽ ചേർത്ത പരിശുദ്ധ അമ്മയുടെ ആ ഹൃദയഭാവത്തോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ഗാനത്തിൽ നമുക്കും ഉൾപ്രവേശിക്കാം. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. വഴികളിലെല്ലാം വൈഡൂര്യമണികളാ തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. ഈ പ്രാർത്ഥനയിൽ വിശുദ്ധ മിഖായേലിൻ്റെയും സകല വിശുദ്ധരുടെയും എല്ലാ മാലാഖ വൃന്ദങ്ങളുടെയും സഹായം നാം യാചിക്കുകയാണ്.
നമ്മളിരിക്കുന്ന സ്ഥലം എവിടെയാണെങ്കിലും കാവൽ മാലാഖമാരും മുഖ്യദൂതന്മാരും സകല വിശുദ്ധരും പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുമൊപ്പം വളഞ്ഞൊരു കോട്ട പോലെ നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക തന്നെ ചെയ്യും. വിശുദ്ധ മിഖായേലിനോട് മാധ്യസ്ഥം നമുക്ക് യാചിക്കാം, സഹായം അപേക്ഷിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, അങ്ങയുടെ വെളിച്ചത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, അങ്ങയുടെ ചിറകുകളാൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, അങ്ങയുടെ വാളുകൊണ്ട് ഞങ്ങളെ കാത്തുകൊള്ളണമേ. നമുക്ക് ഈ സമയം 3 നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി നമ്മെയും നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമുക്കൊന്ന് പ്രതിഷ്ഠിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരൊക്കെ കരങ്ങൾ വിരിച്ചു പിടിച്ചോ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ ഒക്കെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആവേ മരിയ, ആവേ മരിയ. നമ്മളിപ്പോൾ ഒരു തിരുരക്ത ജപമാലയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ തിരുരക്ത ജപമാല? നമുക്കറിയാം, തിരുരക്ത ജപമാല ചെല്ലുന്നവർക്ക് വലിയ 12 വാഗ്ദാനങ്ങളാണ് സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുക. ഒന്നാമത്തെ വലിയ വാഗ്ദാനമാണ് നിഗൂഢ ഗ്രൂപ്പുകളെ തകർക്കുന്നു. ചില സ്ഥലത്ത് ചില പ്രത്യേക ഗ്രൂപ്പുകൾ സഭയ്ക്കെതിരെയും മറ്റ് സംഘടനകൾക്കെതിരെയൊക്കെ ചില പ്രത്യേക കമ്മ്യൂണിറ്റികൾ അങ്ങനെയൊക്കെ വളർന്നു വരാൻ സാധ്യതകളുണ്ട്. നമ്മുടെ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിക്കത്തക്ക വിധത്തിൽ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള നിഗൂഢ ഗ്രൂപ്പുകൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ തിരുരക്ത ജപമാലയിൽ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. അനേക അത്ഭുതങ്ങൾ ഈ തിരുരക്ത ജപമാല ചെല്ലുന്ന സ്ഥലത്ത് ചെല്ലുന്ന വ്യക്തികളിൽ ഞാൻ പ്രവർത്തിക്കുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കും, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വിമോചനം നൽകും. എൻ്റെ തിരുരക്തത്തോടും എൻ്റെ തിരുമുറിവുകളോടും കരുണയുള്ളവരോട് ഞാനും കരുണ കാണിക്കും. പാപങ്ങളെക്കുറിച്ച് മരണത്തിന് 24 മണിക്കൂർ മുൻപ് വലിയ പാപബോധം അവർക്ക് ഞാൻ നൽകുകയും എൻ്റെ 5 തിരുമുറിവുകൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ മഹത്തായ 12 വാഗ്ദാനങ്ങൾ ഈശോ നമുക്ക് നൽകുന്നുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മുടെ ജപമാല എടുത്ത് ഒന്ന് കരങ്ങളിൽ പിടിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം നമുക്ക് യാചിക്കാം. യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം ധാരധാരയായി ഒഴിക്കപ്പെടുന്ന ഒരു സമയമാണ്. പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് pour upon us. നമ്മുടെ മേൽ യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം ഈ നിമിഷം തളിക്കപ്പെടും. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ വിമോചിപ്പിക്കും. ഒരു പാദരാത്രിയിൽ ഇരുന്നായിരിക്കാം ജാഗരിച്ച് നമ്മളെ തിരുമണിക്കൂറിൽ സംബന്ധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം തളിക്കപ്പെടുന്ന ഒരു സമയമാണിത്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു തിരുരക്ത ജപമാലയിൽ നിങ്ങൾ പങ്കെടുക്കുക. ഇത് വലിയ വിടുതലിൻ്റെ ശക്തിയുള്ള ആത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു പ്രാർത്ഥനയാണിത്. നമുക്ക് വലിയ വിശ്വാസത്തോടുകൂടെ നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് തിരുരക്ത ജപമാലയിലേക്ക് പ്രവേശിക്കാം. അതിനു മുൻപ് നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെല്ലാം ഈ ജപമാലയിലേക്ക് ചേർത്ത് വെക്കുക.
ഇതൊരു അത്ഭുതകരമായ ദൈവിക ഇടപെടലിൻ്റെ ഒരു സമയമാണ്. ഈശോയും ഞാനും നേർക്കുനേർ കണ്ടുമുട്ടുന്ന യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം കൊണ്ട് ക്ഷാളനം ചെയ്യപ്പെടുന്ന ഒരു സമയം. രക്തത്തിൽ മുക്കിയ മേലങ്കി കൊണ്ട് സകല കുടുംബങ്ങളും സകല വ്യക്തികളും ദേശവിദേശങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം പൊതിയപ്പെടുന്ന ഒരു സമയം. വിശ്വാസത്തിൻ്റെ ഉൾക്കണ്ണുകൾ തുറന്ന് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരങ്ങൾ യാചനാപൂർവ്വം നിവർത്തിപ്പിടിച്ച് വലിയ ആത്മസാന്നിധ്യം നമ്മിലേക്ക്, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുന്നത് നമുക്ക് അനുഭവിക്കാം. പരിശുദ്ധാത്മാവേ അങ്ങേ ദാനങ്ങൾ ദാസരാമേവർ കേകളേ. പരിശുദ്ധാത്മാവേ അങ്ങേ ദാനങ്ങൾ ദാസരാമേവർ കേകളേ. ആവസിക്കണേ ഞങ്ങളെ അങ്ങേ ചൈതന്യത്താൽ നിറയ്ക്കണേ. ആവസിക്കണേ ഞങ്ങളെ അങ്ങേ ചൈതന്യത്താൽ നിറയ്ക്കണേ. നമുക്ക് ആരംഭിക്കാം. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജ്ഞാനത്തിന്റെ സിംഹാസനവും സ്വർഗീയ അറിവിന്റെ സക്രാരിയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൂര്യ തേജസ്സുമായ ഈശോയുടെ തിരുശിരസിൽ നിന്നൊഴുകുന്ന വിലയേറിയ തിരുരക്തം ഇപ്പോഴും എല്ലായ്പ്പോഴും നമ്മെ പൊതിയട്ടെ. ആമേൻ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഒന്നാം ദിവ്യരഹസ്യം, ഈശോയുടെ വലത്ത് കൈയിൽ കാരിരുമ്പാണി അടിച്ചു കയറ്റുന്നു. അല്പസമയം മൗനമായി ആ രംഗം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. കാരിരുമ്പാണി അടിച്ചടിച്ച് കയറ്റിയപ്പോൾ കഠോര വേദന കൊണ്ട് പിടയുന്ന ഈശോ നമുക്ക് ധ്യാനിക്കാം. കർത്താവെ, അവിടുത്തെ വലത് കൈയിൽ കാരിരുമ്പാണി തറച്ചപ്പോൾ അങ്ങ് അനുഭവിച്ച ദുസ്സഹമായ വേദനയും അവിടെ നിന്നൊഴുകിയ തിരുരക്തവും ലോകം മുഴുവനുമുള്ള പാപികൾക്ക് മാനസാന്തരത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമായി തീരട്ടെ. ആമേൻ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ദൈവജ്ഞാനത്തിന്റെ സിംഹാസനവും സ്വർഗീയ അറിവിന്റെ സക്രാരിയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൂര്യ തേജസ്സുമായ ഈശോയുടെ തിരുശിരസിൽ നിന്നൊഴുകുന്ന വിലയേറിയ തിരുരക്തം ഇപ്പോഴും എല്ലായ്പ്പോഴും നമ്മെ പൊതിയട്ടെ. ആമേൻ. തിരുരക്തം തിരുരക്തം
യേശുവിൻ തിരുരക്തം, 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 വിടുതലിൻ തിരുരക്തം. രണ്ടാം ദിവ്യരഹസ്യം, ഈശോയുടെ ഇടത്ത് കൈയിൽ ആണി തറയ്ക്കുന്നു. കാരിരുമ്പാണി ഇടത്ത് കൈയിലേക്ക് അടിച്ചടിച്ച് കയറ്റുന്ന, കഠോരമായ വേദന കൊണ്ട് പിടയുന്ന ഈശോയുടെ തിരുമുഖത്തേക്ക് നമുക്ക് ഉറ്റുനോക്കാം. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല. കർത്താവേ, അങ്ങയുടെ മുഖപ്രകാശം എനിക്ക് നൽകണമേ. വാടിത്തളർന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഈശോയ്ക്ക് കൊടുക്കുക. രണ്ടാം പാദത്തിൽ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മാതൃപിതൃ കുടുംബശാഖകളിൽ നിന്നും അകാല മരണം, അപകട മരണം, ആത്മഹത്യ, ഭ്രൂണഹത്യ, അജ്ഞാത മരണം, അപ്രതീക്ഷിത മരണം, സ്വാഭാവിക മരണം, ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ സകല ആത്മാക്കളുടെയും വിമോചനത്തിന് വേണ്ടി ഇടത്ത് കൈയിൽ കർത്താവേറ്റ വലിയ പ്രഹരത്തിൻ്റെ കഠോര വേദന നിത്യപിതാവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. കുടുംബ വൃക്ഷ വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ ഗെത്സെമനി മണിക്കൂറിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മുൻ തലമുറക്കാരിലൂടെ വന്നുപോയ എല്ലാ അവിശ്വസ്തതകൾക്കും കർത്താവേ, അവരുടെ മേൽ, അവരുടെ ആത്മാവിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പൈശാചിക പീഡകൾക്ക് അറുതി വരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും ശാന്തിയും സമാധാനവും നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ രഹസ്യം പ്രത്യേകമായി ധ്യാനിക്കാം. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ദൈവജ്ഞാനത്തിന്റെ സിംഹാസനവും സ്വർഗീയ അറിവിന്റെ സക്രാരിയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൂര്യ തേജസ്സുമായ ഈശോയുടെ തിരുശിരസിൽ നിന്നൊഴുകുന്ന വിലയേറിയ തിരുരക്തം ഇപ്പോഴും എല്ലായ്പ്പോഴും നമ്മെ പൊതിയട്ടെ. ആമേൻ. ദൈവജ്ഞാനത്തിന്റെ സിംഹാസനവും സ്വർഗീയ അറിവിന്റെ സക്രാരിയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൂര്യ തേജസ്സുമായ ഈശോയുടെ തിരുശിരസിൽ നിന്നൊഴുകുന്ന വിലയേറിയ തിരുരക്തം ഇപ്പോഴും എല്ലായ്പ്പോഴും നമ്മെ പൊതിയട്ടെ. ആമേൻ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഈശോയുടെ പീഡാസഹനങ്ങളാൽ പാപിയാം എന്നിൽ കരുണയേകൂ. നാലാം ദിവ്യരഹസ്യം, ഈശോയുടെ ഇടത് കാലിൽ ആണി അടിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കും അനൈക്യത്തിലും അന്ധകാരപൂർണമായ അവസ്ഥയിലുമായിരിക്കുന്ന സകല വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. കാരിരുമ്പാണി ഇടത്ത് കാലിൽ അടിച്ച് കയറ്റിയപ്പോൾ കർത്താവ് അനുഭവിച്ച കഠോര വേദനകളുടെ എല്ലാ യോഗ്യതകളിലേക്കും നമ്മുടെ കുടുംബത്തെ നമുക്ക് പൂർണ്ണമായും സമർപ്പിക്കാം.
ഈ കാലഘട്ടത്തിൽ വെല്ലുവിളികൾ നേരിടുന്ന, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന സകല കുടുംബങ്ങളെയും തലമുറകളെയും ഈശോയുടെ തിരുരക്തത്തിലേക്ക് ഇടതുകാലിൽ ആണി അടിച്ചപ്പോൾ അവിടെ നിന്ന് മുതിർന്നു വീണ തിരുരക്തത്തിലേക്ക് ഈ സമയം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ദൈവജ്ഞാനത്തിന്റെ സിംഹാസനവും സ്വർഗീയ അറിവിന്റെ സക്രാരിയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൂര്യ തേജസ്സുമായ ഈശോയുടെ തിരുശിരസിൽ നിന്നൊഴുകുന്ന വിലയേറിയ തിരുരക്തം ഇപ്പോഴും എല്ലായ്പ്പോഴും നമ്മെ പൊതിയട്ടെ. ആമേൻ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഈശോയുടെ പീഡാ സഹനങ്ങളാൽ പാപിയാമിന്നിൽ കരുണയേകൂ. അഞ്ചാം ദിവ്യരഹസ്യം, ഈശോ മിശിഹായുടെ തിരുവിലാവ് കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെടുന്നു. കണ്ണിൻ്റെ സ്ഥാനത്തൊരു കുഴി മാത്രമുണ്ടായിരുന്ന ലോങ്കീനോസിൻ്റെ കൺകളിലേക്ക് തിരുരക്തം പതിച്ചപ്പോൾ ഇതാ അവിടെ പുതിയൊരു കണ്ണ്. ഈശോയുടെ തിരുവിലാവ് കുന്തം കൊണ്ട് കുത്തി തുറക്കപ്പെട്ടപ്പോൾ അവിടെ നിന്നൊഴുകിയ തിരുരക്തവും തിരുജലവും നമ്മുടെ തലമുറയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കുടുംബത്തിലെ എല്ലാ മക്കളെയും പ്രത്യേകമായി യേശുവിൻ്റെ തിരുമുറിവിലേക്ക് എടുത്തു വെച്ച് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയപ്പോഴുണ്ടായ വലിയ മുറിവിനാലും അങ്ങ് അനുഭവിച്ച ദുസ്സഹവേദനയാലും അങ്ങ് ചിന്തിയ രക്തത്താലും ജലത്താലും രോഗികളെ സുഖപ്പെടുത്തുകയും ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ പ്രയാസങ്ങൾ പരിഹരിക്കുകയും അങ്ങയോടൊപ്പം നിത്യപിതാവിൻ്റെ മഹത്വത്തിൽ ചേരാനുള്ള വഴി ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ദൈവജ്ഞാനത്തിന്റെ സിംഹാസനവും സ്വർഗീയ അറിവിന്റെ സക്രാരിയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും
സൂര്യ തേജസ്സുമായ ഈശോയുടെ തിരുശിരസിൽ നിന്നൊഴുകുന്ന വിലയേറിയ തിരുരക്തം ഇപ്പോഴും എല്ലായ്പ്പോഴും നമ്മെ പൊതിയട്ടെ. ആമേൻ. ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നമുക്കെല്ലാവർക്കും എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. സ്നേഹ ഈശോയെ, ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് ചിന്തിയ തിരുരക്തത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്നേഹിക്കുന്നു, നന്ദി പറയുന്നു. അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങേ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ആത്മാവിനാൽ നിറച്ച് അങ്ങയുടെ സ്വന്തമാക്കണമേ. നിലനിൽപ്പിനുള്ള വരവും നിത്യരക്ഷയും ആത്മാക്കളെ നേടാനുള്ള അഭിഷേകവും തരണമേ. ആമേൻ. ഈശോയുടെ സന്നിധിയിൽ നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഒരു തിരുരക്ത ജപമാലയിലൂടെ നാം അവിടുത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം കൗൺസിലിങ്ങിനായിട്ട് വരുന്ന, സ്പിരിച്വൽ ഷെയറിങ്ങിനായിട്ട് വരുന്ന കുട്ടികളോട് പ്രത്യേകമായി മുന്നോട്ടേക്ക് പോകാൻ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. പഠന മേഖലയിൽ ഭയങ്കര തടസ്സമാണ്. കുടുംബജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ ഇങ്ങനെ കുട്ടികൾ പങ്കുവെക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധന അവസ്ഥകൾക്ക് അടിമപ്പെട്ടു പോയ കുട്ടികളോട് ഞാനിങ്ങനെ പറയാറുണ്ട്, മോനെ, നീ നാവിൽ ഈശോയുടെ രക്തം, ഈശോയുടെ തിരുരക്തം, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് എന്ന് മോൻ നാവിലെടുത്ത് പറയുക. സിസ്റ്റർ അങ്ങനെ പറഞ്ഞെന്നോർത്തിപ്പോൾ എന്ത് കിട്ടും എന്നവൻ ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറഞ്ഞു, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് എന്ന ആ ഒരു വാക്ക് മാത്രം നാവിലെടുത്ത് യേശുവിൻ്റെ നാമം, തിരുരക്തനാമം നാവിലെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. 2 മിനിറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു, സിസ്റ്റർ, എനിക്കൊരു തളർച്ച ബാധിക്കുന്നത് പോലെ തോന്നുന്നു, എന്നെ ആരോ ഇങ്ങനെ അങ്ങ് താഴ്ത്തിയിടുന്നത് പോലെ എനിക്ക് തോന്നുന്നു, എനിക്ക് പറയാൻ പറ്റുന്നില്ല സിസ്റ്റർ, എൻ്റെ നാവ് കുഴഞ്ഞു പോവുകയാണ്. പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്, ഈശോയുടെ അമൂല്യമായ തിരുരക്തം എന്ന നാമം എനിക്ക് നാവിലെടുക്കാനാവുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം എന്ന നാമം നാവിലെടുക്കുവാൻ എല്ലാവർക്കും ആവില്ല. കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ മേൽ വേണം. നമ്മുടെ കുട്ടികളെ കൊണ്ട് കുരിശ് വരച്ചൊക്കെ കഴിയുമ്പോൾ കുറച്ച് സമയം നമ്മൾ പറയിപ്പിക്കണം, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്, ഈശോയുടെ അമൂല്യമായ തിരുരക്തം, 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 തിരുരക്തം. ഒരുപാട് ബന്ധനക്കെട്ടുകൾ അഴിയുന്നത് സിസ്റ്റർ കാണുന്നു. കുടുംബത്തിൽ നിന്നും അനൈക്യത്തിൻ്റെ അരൂപികൾ വിട്ടുമാറുന്ന സിസ്റ്റർ കാണുന്നു. പ്രിയപ്പെട്ടവരെ, ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ് നമ്മുടെ ഓരോ ശ്വാസത്തിലും നമുക്കെടുക്കാം. അടുക്കളപ്പണി ചെയ്യുമ്പോഴും മറ്റ് കൃഷിപ്പണി ചെയ്യുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് പറയാം, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. ഏതെങ്കിലും ഒരു തളർച്ച, അസ്വസ്ഥത, നെഗറ്റീവ് ചിന്ത, ഏതെങ്കിലും തരത്തിലുള്ള ആധിപത്യങ്ങൾ നമ്മെ മന്ദതയിലേക്കും ആലസ്യത്തിലേക്കും അലസതയിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഓരോ ശ്വാസത്തിലും നമുക്കെടുക്കാം, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തധാര ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഓരോരുത്തരെ ഇപ്പോൾ പൊതിയുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം ഒഴുക്കപ്പെടുന്ന ഒരു സമയം. ഇനി നമ്മൾ അടുത്തതായിട്ട് സമാശ്വാസ പ്രാർത്ഥനകളിലേക്ക് കടക്കുകയാണ്. എന്താണ് സമാശ്വാസം എന്ന് പറഞ്ഞാൽ? ആശ്വസിപ്പിക്കുക. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ, നമ്മളിങ്ങനെ വേദനിച്ച് വിറങ്ങലിച്ചിരിക്കുമ്പോൾ എനിക്കാരും ഇല്ലല്ലോ ഒന്ന് അടുത്ത് നിന്നൊന്ന് പൊട്ടിക്കരഞ്ഞ് എൻ്റെ സങ്കടങ്ങളൊക്കെ ഒന്ന് പറയാൻ എനിക്കാരും ഇല്ലല്ലോ. സിസ്റ്ററെ, എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കുന്നില്ല, മക്കൾ മനസ്സിലാക്കുന്നില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നു, കുറ്റപ്പെടുത്തുന്നു, മാറ്റി നിർത്തുന്നു, തഴയുന്നു. ഞാനിങ്ങനെ ആരെയും ഉൾക്കൊള്ളാൻ പറ്റാതെ, ആരാലും മനസ്സിലാക്കപ്പെടാനാവാതെ ഞാനിങ്ങനെ വളരെ അസ്വസ്ഥയായി ഒറ്റയ്ക്കിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതാ കർത്താവ് നിന്നെ കാണുന്നു. നാം കർത്താവിനെ സമാശ്വസിപ്പിക്കാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ മുറിവുകളെയും കർത്താവിൻ്റെ തിരുരക്തത്തെയും ആദരിക്കുന്നവരെ, എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കുന്ന കർത്താവ് പറഞ്ഞേക്കുന്നത്. യേശുവിനെ നമുക്ക് ആശ്വസിപ്പിക്കാം. നമുക്ക് എന്ത് യോഗ്യത അല്ലേ? ഈ പ്രാർത്ഥനയിലൂടെ ഈശോ പ്രത്യേകം വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. സമാശ്വാസ പ്രാർത്ഥനയിലേക്ക് നാം കടന്നു പോവുകയാണ്. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല, പിന്നെയല്ലേ ഈശോയെ ആശ്വസിപ്പിക്കുക അല്ലേ? പ്രിയപ്പെട്ടവരെ, ഞാൻ ചുറ്റുപാടും നോക്കി ആരെയും കണ്ടില്ല അല്ലേ, എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എന്ന് കർത്താവ് പറയുകയാണ്. ഈ രാത്രിയുടെ യാമത്തിൽ, ഈ ഏകാന്ത രാവിൽ നമുക്ക് നമ്മുടെ നാഥൻ്റെ കൂടെ ആയിരിക്കാം. ഈ ജാഗരിക്കുന്ന ഈ ഒരു സമയത്ത് സ്വർഗീയ മാലാഖമാർ
നമ്മുടെ ശിരസ്സിന് മുകളിൽ നെടുകയും കുറുകയും ചലിക്കുന്ന ഒരു രാവാണ് ഈ രാത്രി. പ്രിയപ്പെട്ടവരെ, ഈ ഗെറ്റ്സെമേൻ മണിക്കൂറിൽ നമുക്ക് സമാശ്വാസ പ്രാർത്ഥനകളിലേക്ക് നമുക്ക് കിടക്കാം. സാധിക്കുന്നവരെല്ലാം മുട്ടിന്മേലായിരുന്നു കൊണ്ട് ഈശോയെ നമുക്ക് ആശ്വസിപ്പിക്കാം. എത്രമാത്രം ആശ്വസിപ്പിച്ചാലും പാവപ്പെട്ട നമ്മുടെ ആശ്വാസം നമ്മുടെ വാക്കുകൾ കൊണ്ട് നാം ഈശോയെ സ്നേഹിക്കുന്നത്, ആ വാക്കുകളോട് പ്രതികരിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈശോ എത്ര അധികമായി നമ്മെ ആശ്വസിപ്പിക്കും. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. മനുഷ്യർക്ക് അസാധ്യമായത് സാധിക്കുന്നവനായ ഈശോയുടെ സന്നിധിയിലാണ് നാം ജാഗരിച്ച് ഈ ഒരു സമയം ചെലവഴിക്കുക. ആകയാൽ ഒന്നാമത്തെ സമാശ്വാസ പ്രാർത്ഥനയിലേക്ക് നാം കടക്കുകയാണ്. എന്താണ് കർത്താവിനെ സമാശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഈശോ ഏറ്റെടുത്ത പാടുപീഡകളുടെ ഒരു ഓഹരി നമ്മളും ഏറ്റെടുത്തുകൊണ്ട് ജാഗരിച്ച്, കർത്താവേ ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയാണ് ഈശോയെ എന്ന് പറയുമ്പോൾ ഇതാ കർത്താവിനൊരു ആശ്വാസം ഉണ്ടാകും. ബലഹീനമായ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മുടെ നാഥനെ നമുക്ക് ഈ സമാശ്വാസ പ്രാർത്ഥനകളിലൂടെ സ്വർഗം വെളിപ്പെടുത്തി തന്ന മനോഹരമായ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഈശോയെ ആശ്വസിപ്പിക്കാം. കരങ്ങൾ കൂപ്പാം. ഈശോയുടെ രക്തമൊഴുകുന്ന കർത്താവിൻ്റെ തിരുക്കുരിശിലേക്ക് എല്ലാവരും ഒരു നിമിഷം ഒന്ന് നോക്കുക. എന്തുമാത്രം വേദനകളുടെ ആധിക്യത്താലാണ് കർത്താവിൻ്റെ ആ ഒരു കിടപ്പ്. എൻ്റെ ഈശോയെ, പുൽക്കൂട്ടിൽ ജനിച്ച ആ നാൾ മുതൽ കാൽവരി കുരിശിൽ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന ഒരു സമയം വരെ അങ്ങ് ഏറ്റെടുത്ത പാടുപീഡകൾ എനിക്ക് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രഖ്യാപിക്കുകയാണ്. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് എൻ്റെ ജനത്തെ രക്ഷിക്കാനായി പോവുക? ദൈവപുത്രൻ മറുപടി നൽകി, പിതാവേ, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഓ ദിവ്യസ്നേഹമേ, അങ്ങേക്ക് ആരാധനയും മഹത്വവും. ഓ സ്നേഹസ്വരൂപനായ ഈശോ മിശിഹായെ, അങ്ങയുടെ നാമത്തിന് സ്തുതിയും പുകഴ്ചയും. ഓ പീഡ അനുഭവിക്കുന്ന ഈശോനാഥ, അങ്ങ് സമാശ്വസിച്ചാലും അങ്ങയുടെ ഔദാര്യത്തിന് അങ്ങയുടെ ജനത്തിൽ നിന്ന് പ്രതിഫലമായി ലഭിച്ചത് പാപമായിരുന്നുവല്ലോ. അങ്ങയുടെ തിരുനാമത്തിനെതിരായി രാവും പകലും ഞങ്ങൾ ദൂഷണം പറയുകയും പാപം ചെയ്യുകയും ചെയ്തു. അങ്ങേക്കെതിരായി ഞങ്ങൾ മല്ലടിക്കുകയും അവിടുത്തെ കൽപ്പനകളെ ധിക്കരിക്കുകയും ചെയ്തു. പിതാവേ, അങ്ങയുടെ സ്വർഗീയ വൃന്ദങ്ങളുടെ നാമത്താൽ സദാ അങ്ങ് ആശ്വസിച്ചാലും അങ്ങ് സമാശ്വസിച്ചാലും അവിടുത്തെ ദൂതകരങ്ങളുടെ ശബ്ദം അവിടുത്തെ ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. പീഡ അനുഭവിക്കുന്ന ഈശോനാഥ, ഞങ്ങളോട് കരുണ കാട്ടണമേ. പീഡ അനുഭവിക്കുന്ന ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പീഡ അനുഭവിക്കുന്ന ഈശോനാഥന്റെ ഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഈശോയുടെ തിരുക്കുരിശിലേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓ ഞങ്ങളുടെ നാഥനായ ഈശോ മിശിഹായെ ആശ്വസിക്കുക. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ചിന്തപ്പെട്ട അങ്ങയുടെ വിലയേറിയ തിരുരക്തം ഒരിക്കലും പാഴാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ രണ്ടും ഈശോയുടെ തിരുക്കുരിശിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. ഓ ഞങ്ങളുടെ നാഥനായ ഈശോ മിശിഹായെ ആശ്വസിക്കുക. ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ചിന്തപ്പെട്ട അങ്ങയുടെ വിലയേറിയ തിരുരക്തം ഒരിക്കലും പാഴാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശിരസ് നമിച്ച് ദൈവകരുണയ്ക്ക് വേണ്ടി കർത്താവിനെ നമുക്ക് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കാം. രണ്ടാമത്തെ സമാശ്വാസ പ്രാർത്ഥനയിലേക്ക് നാം കടക്കുകയാണ്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിത്യപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഉദരമായ ഒരു വിശുദ്ധ സക്രാരി അവിടുത്തെ ഏകജാതനായ യേശു ക്രിസ്തുവിന് വേണ്ടി അവിടുന്ന് ഒരുക്കി. ദൈവത്തിൻ്റെ ഏകപുത്രനെ വഹിച്ച ഉദരം അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ. പിതാവേ, അങ്ങയുടെ പുത്രൻ ബേത്ലഹേമിൽ ജന്മമെടുക്കുകയും ഒരു പുൽത്തൊട്ടിയിൽ കിടത്തപ്പെടുകയും ചെയ്തു. കാരണം യേശുവിനും മാതാപിതാക്കന്മാർക്കും സത്രത്തിൽ സ്ഥലം ലഭിച്ചിരുന്നില്ല. ആകയാൽ നശിച്ചു പോകുന്ന ഈ ലോക സമ്പത്തിനേക്കാൾ ദൈവരാജ്യത്തെ മനുഷ്യർ തേടുമാറാകട്ടെ. പിതാവേ, അങ്ങയുടെ സ്വന്തം ജനം തങ്ങളുടെ സൃഷ്ടാവും രക്ഷകനും രാജാവുമായവനെ സ്വാഗതം ചെയ്യുവാൻ തയ്യാറായില്ല. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജാവിന്
തൻ്റെ സ്വന്തം ദേശത്ത് വാസസ്ഥലമുണ്ടായിരുന്നില്ല. കർത്താവെ, അങ്ങ് സ്വന്തം ജനത്തിൻ്റെ അടുക്കിലേക്ക് വന്നുവെങ്കിലും അവർ അങ്ങയെ രാജാവായി അംഗീകരിച്ചില്ല. സ്വന്തം രാജ്യത്തേക്ക് വന്നുവെങ്കിലും അവർ അങ്ങയെ അറിഞ്ഞില്ല. അങ്ങയെക്കുറിച്ച് കേട്ടപ്പോൾ അവിടുത്തെ വധിക്കുന്നതിനായി അവർ പദ്ധതിയിട്ടു. ഈ പദ്ധതിയോടുകൂടി അവർ അനേകം കുഞ്ഞുങ്ങളെ വധിക്കുകയുണ്ടായി. രാജാവിനുള്ള സ്വാഗതമായി അങ്ങയുടെ സ്വന്തം ദേശത്ത് നിന്ന് വിലാപത്തിൻ്റെ ദാരുണമായ നിലവിളികൾ ഉയരുകയായിരുന്നു. സ്വന്തം കുഞ്ഞുങ്ങൾ മരിച്ചു പോയതിനാൽ സ്ത്രീകൾ ആശ്വസിപ്പിക്കപ്പെടുന്നതിന് പോലും വിസമ്മതിച്ചു. ഈശോയെ, അങ്ങയുടെ ജനത്തോട് അങ്ങേക്കുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് ഇതെല്ലാം സഹിച്ചു. എന്നാൽ അങ്ങയുടെ ജനം അങ്ങേക്കെതിരായും അങ്ങയുടെ സ്വർഗീയ പിതാവിനെതിരായും പാപം ചെയ്യുന്നതും എല്ലാവിധ തിന്മകളും പ്രവർത്തിക്കുന്നതും തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു രാജാവെന്ന നിലയിൽ അവർ അങ്ങയെ അവരുടെ ശത്രുവായി കരുതി. അങ്ങ് രക്ഷിച്ച അവിടുത്തെ സ്വന്തം ജനത്തിന് ഒരു രക്ഷകനെന്ന നിലയിൽ അവിടുന്ന് ഒരു കവർച്ചക്കാരനായിരുന്നു. അങ്ങയുടെ ജനത്തോടുള്ള കരുണയും ദയയും ഓർമ്മിക്കുമ്പോൾ ആർക്കാണ് അങ്ങയെ വേണ്ട വിധം ആശ്വസിപ്പിക്കാനാവുക? രണ്ട് കരങ്ങളും ഈശോയുടെ കുരിശിലേക്ക് നമുക്കൊന്ന് നീട്ടിപ്പിടിക്കാം. ആശ്വസിക്കുക, ഓ സ്നേഹനിധിയായ ഈശോയെ, സമാശ്വസിക്കുക. അങ്ങയുടെ സ്വർഗീയ വൃന്ദം മാലാഖമാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തുതികളുടെ ശബ്ദം അങ്ങയെ ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. പീഡ അനുഭവിക്കുന്ന ഈശോനാഥ, ഞങ്ങളോട് കരുണ കാട്ടണേ. പീഡ അനുഭവിക്കുന്ന ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പീഡ അനുഭവിക്കുന്ന ഈശോനാഥന്റെ ഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ. കർത്താവേ, അങ്ങയുടെ കോപത്തിന്റെ അഗ്നിയെ തണുപ്പിക്കണമേ. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളെല്ലാം പാപം ചെയ്തു പോയി. ഇനിമേൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. ശിരസ് നമിച്ച് ഒരിക്കൽ കൂടെ നമുക്ക് ആ സ്തുതിഗീതം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കോപത്തിന്റെ അഗ്നിയെ തണുപ്പിക്കണമേ. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളെല്ലാം പാപം ചെയ്തു പോയി. ഇനിമേൽ ഞങ്ങൾ പാപം ചെയ്യുകയില്ല. മൂന്നാമത്തെ സമാശ്വാസ പ്രാർത്ഥനയിലേക്ക് നാം കടക്കുന്നു. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശോയുടെ കൺകളിലേക്ക്, ഈശോയുടെ തിരുമേനിയിലേക്ക് നമുക്ക് നോക്കാം. സ്വന്തം ജനത്തെ രക്ഷിക്കുവാനായി ലോകത്തിലേക്ക് വന്ന സ്നേഹമുള്ള ഈശോയെ, സ്വന്തം അജഗണങ്ങളാൽ നിന്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത നല്ല ഇടയ, അങ്ങ് വന്നപ്പോൾ അവിടുത്തെ പിതാവിൻ്റെ ഭവനം അങ്ങയുടെ ജനം മലിനമാക്കുന്നത് കണ്ടു. അങ്ങയുടെ ക്രോധം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് അവരെ പുറത്താക്കുന്നതിന് കാരണമായി. ഇന്ന് വിശുദ്ധ സക്രാരിയിലുള്ള അവിടുത്തെ സാന്നിധ്യം അവഗണിച്ചുകൊണ്ട് മനുഷ്യർ ഏറ്റവും ജഡികരായി തീർന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ സക്രാരിയിൽ അങ്ങേക്കെതിരായി മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾക്കും അങ്ങയുടെ സന്നിധിയിൽ അവർ കാണിക്കുന്ന മന്ദതയ്ക്കും അവഗണനയ്ക്കും, അങ്ങയെ അയോഗ്യതയോടെ സ്വീകരിക്കുന്നവർക്കും അങ്ങേക്കെതിരായി മനുഷ്യർ ചെയ്യുന്ന സകല ധിക്കാര പ്രവൃത്തികളെയും പ്രതി ഞങ്ങൾ അങ്ങയെ ആശ്വസിപ്പിക്കുന്നു. ഓ സ്നേഹമുള്ള ഈശോനാഥ, ക്ഷമിക്കണമേ, പൊറുക്കണമേ. മനുഷ്യർ അങ്ങയെ വീണ്ടും വീണ്ടും ക്രൂശിക്കുന്നുവെങ്കിലും അങ്ങയുടെ മഹാകരുണയാൽ അങ്ങ് സ്നേഹിക്കുന്ന സൃഷ്ടികളിൽ നിന്നുള്ള നിന്ദനങ്ങളെ അങ്ങ് സഹിക്കുന്നു. ഓ കാരുണ്യവാനായ ഈശോനാഥ, ഞങ്ങളുടെ സ്വാന്തനം സ്വീകരിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പുണ്യങ്ങളുടെ ശബ്ദം അങ്ങയെ ആശ്വസിപ്പിക്കട്ടെ. ആമേൻ. കരങ്ങളെ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാം. ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങുന്ന ഈ സമയത്ത് നമുക്ക് പീഡ അനുഭവിക്കുന്ന ഈശോനാഥനോട് പ്രാർത്ഥിക്കാം. പീഡ അനുഭവിക്കുന്ന ഈശോനാഥ, ഞങ്ങളോട് കരുണ കാട്ടണേ. പീഡ അനുഭവിക്കുന്ന ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പീഡ അനുഭവിക്കുന്ന ഈശോനാഥന്റെ ഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ. പീഡ അനുഭവിക്കുന്ന ഈശോനാഥന്റെ ഹൃദയമേ, അങ്ങ് വേദനയേൽക്കുകയും ഞങ്ങളുടെ ജീവന്റെ വില നൽകുകയും ചെയ്തു. അങ്ങയുടെ തിരുവിഷ്ടം ഭൂമിയിൽ നിറവേറട്ടെ. നമുക്ക് നാലാമത്തെ സമാശ്വാസ പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഓ കാരുണ്യവാനും സ്നേഹനിധിയുമായ ഈശോനാഥ, അതിഭയത്തോടും ദുഃഖത്തോടും കൂടെ ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിലായിരിക്കുന്നു. ഗെത്സമേൻ തോട്ടത്തിൽ വേദന അനുഭവിച്ച അങ്ങയെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങ് അരുളി ചെയ്തു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു.
അതിദാരുണമായ വേദനയേൽക്കുന്ന അവിടുത്തെ തിരുഹൃദയത്തെ ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നു. ദൈവവുമായി ഞങ്ങളെ രമ്യതപ്പെടുത്തുന്നതിനായി അവിടുന്ന് കൽത്തൂണിൽ കെട്ടിയിട്ട് ചമ്മട്ടികളാൽ അടിക്കപ്പെടുകയും മുൾമുടി ധരിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും ധാരാളം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ദിവസവും ഭ്രൂണഹത്യക്കിരയാവുകയും അവരുടെ നിലവിളി അവിടുത്തെ തിരുഹൃദയത്തെ മുറിപ്പെടുത്തുകയും ചെയ്യുന്നു. മനുഷ്യരോട് അവരുടെ അതിക്രമങ്ങളെല്ലാം ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ക്രോവേന്മാരുടെയും സ്രാപ്പേന്മാരുടെയും ശബ്ദം അവിടുത്തെ ആശ്വസിപ്പിക്കട്ടെ. ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ സ്വരം അങ്ങയെ സന്തോഷിപ്പിക്കട്ടെ. ലോക സുവിശേഷീകരണത്തിൻ്റെ സ്വരം അങ്ങയെ എപ്പോഴും ആനന്ദിപ്പിക്കട്ടെ. ആമേൻ. പീഡയനുഭവിക്കുന്ന ഈശോനാഥ, ഞങ്ങളോട് കരുണ കാട്ടണേ. പീഡയനുഭവിക്കുന്ന ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പീഡയനുഭവിക്കുന്ന ഈശോനാഥന്റെ ഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഒരിക്കൽ കൂടെ കരങ്ങൾ തിരുക്കുരിശിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ തിരുനിണം നമുക്ക് ഏറ്റെടുത്ത് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. പീഡയനുഭവിക്കുന്ന ഈശോനാഥ, ഞങ്ങളോട് കരുണ കാട്ടണേ. പീഡയനുഭവിക്കുന്ന ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പീഡയനുഭവിക്കുന്ന ഈശോനാഥന്റെ ഹൃദയമേ, അങ്ങയുടെ രാജ്യം വരണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ഭൂമിയിൽ അങ്ങേക്കെതിരായി ചെയ്യപ്പെടുന്ന സകല പാപങ്ങൾക്കും വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അഞ്ചാമത്തെ സമാശ്വാസ പ്രാർത്ഥനയിലേക്ക് നാം കടന്നിരിക്കുന്നു. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ബലിയാടായി തന്നെ സമർപ്പിച്ച നല്ലവനും കരുണാമയനുമായ ഈശോനാഥ, ഞങ്ങൾ അങ്ങയെ ആശ്വസിപ്പിക്കുന്നു. മനുഷ്യരാൽ വിധിക്കപ്പെടുന്നതിനായി അങ്ങയുടെ എളിമയിൽ യഹൂദ ഭടന്മാർക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടു. ഓ നല്ല ദൈവമേ, അവർ അങ്ങയെ ഒരു കുറ്റവാളിയെപ്പോലെ കരുണയില്ലാത്തവരുടെ അടുത്തേക്ക് വലിച്ചിഴച്ചു. ഓ പീഡ അനുഭവിക്കുന്ന ഈശോനാഥ, ലോകത്തിൻ്റെ കോടതികളിൽ ഏൽക്കേണ്ടി വന്ന ഈ നിന്ദനങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങയെ ആശ്വസിപ്പിക്കുന്നു. അങ്ങയുടെ ജനത്തിൽ നിന്നും അങ്ങ് സഹിച്ച ക്രൂരമായ എല്ലാ പീഡനങ്ങളും ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആശ്വസിപ്പിക്കുന്നു. നിത്യവും അങ്ങ് ആരാധിക്കപ്പെടട്ടെ. ആമേൻ. അങ്ങയുടെ തിരുശരീരത്തിലെ മുറിവുകൾക്ക് ആരാധന. ഓ ഈ വേദനകളെല്ലാം ഏറ്റെടുക്കുന്ന തിരുഹൃദയമേ, സമാശ്വസിക്കുക. നിന്ദ്യമായ മുൾമുടി അണിഞ്ഞിരിക്കുന്ന അവിടുത്തെ തിരുശിരസ്സിന് ആരാധന. ഓ ഈ വേദനകളെല്ലാം ഏറ്റെടുക്കുന്ന തിരുഹൃദയമേ, അങ്ങേ ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നു. കാൽവരി യാത്രയിൽ കണ്ടുമുട്ടിയ സ്നേഹം നിറഞ്ഞ രണ്ട് ഹൃദയങ്ങൾക്കും ബഹുമാനവും സ്തുതിയും. ഓ അമ്മയുടെയും പുത്രന്റെയും ഹൃദയങ്ങളെ, ഞങ്ങളുടെ സാന്ത്വനം സ്വീകരിക്കണമേ. കാൽവരി യാത്രയിൽ അവിടുന്ന് സഹിച്ച സകല വേദനകൾക്കും ദുഃഖങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സാന്ത്വനം പകരുന്നു. സമാശ്വാസ പ്രാർത്ഥനകൾ കർത്താവിനെ ആനന്ദിപ്പിക്കുന്നു. കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് അല്പസമയം അവിടുത്തെ നമ്മളൊന്ന് സ്തുതിക്കാനായി പോവുകയാണ്. നമുക്ക് വേണ്ടി കാരിരുമ്പാണികൾ ഏറ്റെടുത്ത് കഠോര വേദനകളുടെ നടുവിലും പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മോട് കരുണ കാണിക്കുന്ന കർത്താവിൻ്റെ വലിയ സ്നേഹത്തെ നമുക്ക് അനുസ്മരിക്കാം. ഈ ഗെത്സമേൻ പ്രാർത്ഥനകളുടെ അവസാന നിമിഷങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ കർത്താവ് നമ്മുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും നമ്മളറിയാതെ തന്നെ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ തിരുരക്തത്തെ ബഹുമാനിച്ച്, തിരുമുറിവുകളെ ബഹുമാനിച്ച് നമുക്ക് അവിടുത്തെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ ദൈവ സാന്നിധ്യം കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു, ദേശത്ത് കടന്നു വരുന്നു, തലമുറകളിലേക്ക് ദൈവ സാന്നിധ്യം കടന്നു വരുന്ന precious blood of Jesus, pour down your precious blood upon us, precious blood of Jesus, precious blood of Jesus. യേശുവിന്റെ അമൂല്യമായ തിരുരക്തമേ, ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ മുദ്ര വെക്കണമേ. അമൂല്യമായ തിരുരക്തത്താൽ ഞങ്ങളെ മുദ്ര വെക്കണമേ.
ഹല്ലേലൂയ. സമാശ്വസിക്കുക, സമാശ്വസിക്കുക. പാപികളായി ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ precious blood of Jesus, pour down the precious blood upon us. Hallelujah, hallelujah, hallelujah. Precious blood of Jesus, precious blood of Jesus, precious blood of Jesus. ആരാധ്യമായ തിരുമുഖത്തിന് ആരാധന, ആരാധ്യമായ തിരുമുറിവുകൾക്ക് ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus, praise you Jesus. പുരുഷിമയോനാ ഞാൻ വരാം, നിന്റെ കുരിശു ചുമന്നിടാം. ഒരു വേരോനിക്കായപ്പോൾ ഞാൻ വരാം, നിന്റെ തിരുമുഖം തുടയ്ക്കുവാൻ. ഈ ജീവിതവും സർവദാനങ്ങളും തന്നവൻ നീയല്ലയോ. ഈ ജീവിതവും സർവദാനങ്ങളും തന്നവൻ നീയല്ലയോ. സാധിക്കുന്നവരെല്ലാം ഇപ്പോൾ മുട്ടിന്മേലായിരിക്കട്ടെ. തിരുരക്തത്തിൻ്റെ ഒരു ലുത്തിനിയ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ആരാധ്യമായ യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുക. ആ പാദങ്ങളിലൂടെ ഇറ്റിറ്റ് വീഴുന്ന ആ തിരുരക്തത്തുള്ളികൾ നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ആ ഒരു തിരുരക്തക്കടലിലായിരുന്നു കൊണ്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. എല്ലാ തിന്മ ശക്തികളെയും മാറ്റിപ്പുറത്താക്കുന്ന കർത്താവിൻ്റെ അമൂല്യമായ തിരുരക്തത്തുള്ളികൾ നമ്മെ ഈ സമയം മുദ്രയിടട്ടെ, ആവരണം ചെയ്യപ്പെടട്ടെ. ഒരു കോട്ടയ്ക്കുള്ളിൽ എന്നതുപോലെ തിരുരക്തം എന്ന കോട്ടയ്ക്കുള്ളിൽ ആയിരുന്നു കൊണ്ട് നാം ഈശോയുടെ തിരുരക്തത്തെ വിളിച്ച് ലുത്തിനിയ ചൊല്ലി ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഞങ്ങളെയും ലോകം മുഴുവനെയും പൊതിയണമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും പൊതിയണമേ. ഓ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, രക്ഷയുടെ ചുടുനിണമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും പൊതിയണമേ. ഈശോ മിശിഹായുടെ തിരുരക്തക്കടലേ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. വിശുദ്ധിയും അനുകമ്പയും നിറഞ്ഞ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ഞങ്ങളുടെ ഊർജവും ശക്തിയുമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. നിത്യ ഉടമ്പടിയായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ദൈവിക കവചമായ ആയുധമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ദൈവിക ഉപവിയായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. പിശാചുക്കളെ അടിച്ചോടിക്കുന്ന ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. അടിമത്തത്തിലായിരിക്കുന്നവരുടെ സഹായമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ക്രിസ്ത്യാനികളുടെ ശക്തിയായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. തിരുസഭയുടെ സംരക്ഷണമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. സൗഖ്യദായകമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. അഭിഷേകം ചെയ്യുന്ന ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവമക്കളുടെ ധൈര്യമായ ഈശോ മിശിഹായുടെ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ക്രൈസ്തവ പോരാളികളുടെ സർവ്വസൈന്യാധിപനായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്വർഗീയ ദൂതന്മാരുടെ പാനീയമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവപിതാവിന്റെ സമാശ്വാസമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിജാതിയരുടെ പരിച്ഛേദനമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ലോകത്തിന്റെ സമാധാനമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൂര്യ തേജസ്സായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിഷ്കളങ്കരായ കുഞ്ഞി പൈതങ്ങളുടെ പ്രത്യാശയായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്വർഗീയ ആയുധമായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ലോകത്തിന്റെ അടിസ്ഥാനമായ ഈശോ മിശിഹായുടെ
മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ദൈവപിതാവിന്റെ കരുണയായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഓ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ലോകത്തിന്റെ പാപങ്ങളെ കഴുകണമേ. ഓ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ലോകത്തെ വിശുദ്ധീകരിക്കണമേ. ഓ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഈശോയെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഈശോയെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഞങ്ങളുടെ രക്ഷയായ ഈശോ മിശിഹായുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും അങ്ങയിൽ ശരണപ്പെടുകയും ചെയ്യുന്നു. പൈശാചികാത്മാക്കളുടെ പിടിയിലായിരിക്കുന്ന സകലരെയും ഈ നിമിഷം അവിടുന്ന് മോചിപ്പിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. മരണാസന്നരായിരിക്കുന്നവരെ ദുഷ്ടാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അവരെ അങ്ങയുടെ നിത്യമഹത്വത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യണമേ. ലോകം മുഴുവൻ്റെ മേലും കരുണയുണ്ടാവുകയും തിരുഹൃദയത്തെ ആരാധിക്കുവാനും ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കുകയും ചെയ്യണമേ. കരുണയുടെ അമൂല്യ തിരുരക്തമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ആമേൻ. ഓ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, അവിടുത്തെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ. ഓ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, അവിടുത്തെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ. ഓ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, അവിടുത്തെ തിരുഹൃദയത്തിലെ മുറിവുകളെ ഉണക്കണമേ. നമുക്ക് ഈ സമയം യേശുവിൻ്റെ തിരുരക്തം നമ്മുടെ മേൽ വലിയ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയെല്ലാം യേശുവിൻ്റെ തിരുരക്തത്തിന് സമർപ്പിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണ്. ദുഷ്ടൻ്റെ കൺകൾക്ക് കാണാതെ യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തം നമ്മുടെയും നമ്മുടെ തലമുറയെയും ഒരു കവചം എന്നതുപോലെ പൊതിയുന്ന ഒരു സമയം. പരിശുദ്ധ അമ്മേ, യേശുവിൻ്റെ നിണവഴികളിലൂടെ കടന്നുപോയി ആ മുത്തുകളെല്ലാം ശേഖരിച്ച് എടുത്ത പരിശുദ്ധ അമ്മേ, ഈ സമയം ഞങ്ങളുടെ ഈ സമർപ്പണത്തെ നിത്യപിതാവിന് സമർപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുട്ടികളെയും വീട്ടിലുള്ള എല്ലാവരെയും നമുക്ക് ചേർത്തിരുത്തി, പ്രായമായ മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഈ ഒരു ശുശ്രൂഷ, ഈ ഒരു പ്രാർത്ഥന വച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അമൂല്യമായ തിരുരക്തത്തിന് സമർപ്പിക്കപ്പെട്ടാൽ യാതൊരു പൈശാചിക ശക്തികളും നമ്മളെ ആക്രമിക്കുകയില്ല. കാരണം നാം തിരുരക്തത്തിൻ്റെ മറവിൽ, തിരുഹൃദയത്തിൻ്റെ മറവിലാണ് നാം ഇനി മുതലായിരിക്കുക. വലിയ വിശ്വാസത്തോടു കൂടെ മാനസാന്തരം ആവശ്യമുള്ള, കുമ്പസാരിക്കാനും ഒക്കെ മടിയുള്ള, പാപബോധവും പശ്ചാത്താപവും അനുതാപവും ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും ദൈവകാരുണ്യത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കണ്ണുനീരും കർത്താവിൻ്റെ തിരുരക്തവും നിത്യപിതാവിന് കാഴ്ചവെച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സമർപ്പണത്തെ അങ്ങേറ്റെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെല്ലാം അവരുടെ ജപമാലയുടെ കുരിശുരൂപം ഒന്ന് ചുംബിക്കുക. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഓ കരുതലുള്ളവനും കാരുണ്യവാനുമായ രക്ഷക, ഓ കരുതലുള്ളവനും കാരുണ്യവാനുമായ രക്ഷക, എന്റെ നിസ്സാരതയാലും എന്റെ നിസ്സാരതയാലും അവിടുത്തെ മഹനീയതയാലും അവിടുത്തെ മഹനീയതയാലും ഞാൻ എന്നെ തന്നെ അവിടുത്തെ തിരുരക്തത്തിന് സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുരക്തത്തിന് സമർപ്പിക്കുന്നു. സാത്താന്റെ നശീകരണ ശക്തിയിൽ നിന്ന് അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ മോചിപ്പിച്ചതിന് എന്റെ തലമുറകളെ മോചിപ്പിച്ചതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ നല്ല ഈശോയെ, എന്റെ സ്നേഹമുള്ള അമ്മയായ മറിയത്തിന്റെയും കാവൽ മാലാഖമാരുടെയും
വിശുദ്ധന്റെയും നാമഹേതുക വിശുദ്ധന്റെയും നാമഹേതുക വിശുദ്ധന്റെയും സ്വർഗത്തിലെ സകല വൃന്ദങ്ങളുടെയും സാന്നിധ്യത്തിൽ സ്വർഗത്തിലെ സകല വൃന്ദങ്ങളുടെയും സാന്നിധ്യത്തിൽ സ്വതന്ത്ര മനസ്സോടും സ്വതന്ത്ര മനസ്സോടും സത്യസന്ധമായ ഹൃദയത്തോടും കൂടെ സത്യസന്ധമായ ഒരു ഹൃദയത്തോടും കൂടെ ലോകത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷിച്ച അങ്ങയുടെ വിലയേറിയ തിരുരക്തത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയുടെ സഹായത്തോടും എന്റെ സർവശക്തിയോടും കൂടെ ഈശോയുടെ തിരുരക്തത്തോടുള്ള ഭക്തി ഞാൻ വളർത്തുകയും അതിനെ ഉദ്ദീപിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. അങ്ങയുടെ ആരാധ്യമായ തിരുരക്തം സകലരാലും ബഹുമാനിക്കപ്പെടുന്നതിനും മഹത്വീകരിക്കപ്പെടുന്നതിനും ഇടയാകട്ടെ. വിലതീരാത്ത തിരുരക്തത്തോടുള്ള എന്റെ അവിശ്വസ്തതയുടെ കേടുപോക്കുവാനും ലോകം മുഴുവനും തങ്ങളുടെ രക്ഷയുടെ അനന്യമായ വിലക്കെതിരായി ചെയ്യുന്ന നിന്ദനങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കരങ്ങളും ഈശോയുടെ കുരിശുരൂപത്തിലേക്ക് ഒന്ന് നീട്ടിപ്പിടിക്കുക. ഓ പരിശുദ്ധവും വിലതീരാത്തതുമായ തിരുരക്തമേ, എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറകളെയും എന്റെ ഉപജീവന മാർഗങ്ങളെയും എന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ ദേശത്തെയും ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരെയും യേശുനാമത്തിൽ അങ്ങയുടെ തിരുരക്തത്തിന് ഞാൻ പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ അമൂല്യമായ തിരുരക്തത്തിന് എന്നെ പൂർണ്ണമായും ഞാൻ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Ave Maria. Ave Maria. Ave Maria. Ave Maria. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പ്രാർത്ഥന 1 മണിക്കൂർ ഗെത്സമേൻ പ്രാർത്ഥനയിലായിരുന്നു. നമുക്ക് കരങ്ങളെ കൂപ്പി പിടിക്കാം. ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഈ ഒരു കാലഘട്ടത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എല്ലാ ദിവസവും സാധിക്കുന്നവർ എൻ്റെ തിരുരക്തത്തെ ബഹുമാനിച്ചുകൊണ്ട് സാധിക്കുന്ന അത്രയും തവണ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. സാധിക്കുന്നവർ എഴുതിയെടുത്തോളുക. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. നമുക്ക് ഈ ദിവസങ്ങളിലെല്ലാം, ഈ നാളുകളിലെല്ലാം പ്രാർത്ഥിക്കാം. പിന്നെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളോടും, നിങ്ങൾ വഴി ഈ ശുശ്രൂഷയെക്കുറിച്ച് കേൾക്കാൻ ഇടവന്നിട്ടുള്ള എല്ലാവരോടും ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ഏതെങ്കിലും 1 മണിക്കൂർ സമയം ഗെത്സമേൻ പ്രാർത്ഥനയ്ക്കായി നമ്മൾ മാറ്റിവെക്കണം. വലിയ അഭിഷേക സാന്നിധ്യങ്ങൾ കുടുംബങ്ങളിലും തലമുറകളിലും നിറയുക തന്നെ ചെയ്യും. ഈ സമാശ്വാസ പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലിയല്ലോ. 7 വാഗ്ദാനങ്ങളാണ് സവിശേഷമായി സമാശ്വാസ പ്രാർത്ഥനകൾ ചൊല്ലുന്നവർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുക. എത്ര വലിയ അനുഗ്രഹം ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും മേൽ വർഷിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. സോ ടുഡേ ഈസ് ദ ഡേ. ഇറ്റ് ഈസ് ദ ഡേ ടു സ്റ്റാർട്ട്. ഇറ്റ് ഈസ് ദ ഡേ ടു റൺ. സോ ലെറ്റ് സ്റ്റാർട്ട് ടുഡേ. ഇന്ന് തന്നെ നമുക്ക് ആരംഭിക്കണം. ഈ വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ച, അത് കഴിഞ്ഞിട്ടുള്ള വ്യാഴാഴ്ച, അങ്ങനെ തലമുറകളോളം ഈ ഗെത്സമേൻ മണിക്കൂർ ആചരിക്കുവാനും അനുഷ്ഠിക്കുവാനും നമുക്കും നമ്മുടെ തലമുറകൾക്കും പരിശുദ്ധാത്മാവ് വലിയ കൃപ വർഷിക്കട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം ഈ ഗെത്സമേൻ ആരാധനയിൽ പങ്കുചേരുവാൻ ഈശോ നമ്മെ അനുഗ്രഹിച്ചതോർത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നന്മ നിറഞ്ഞ മറിയമേന്നുള്ള പ്രാർത്ഥന ചൊല്ലി നമുക്ക് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി